ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 110. ബാബു ഷഫാ 17-ാമത്തെ അധ്യായം, അതിൻ്റെ ഷറഹ് തുടരുകയാണ്. ഖൗലുഹു, അള്ളാഹുവിൻ്റെ വചനം, കുല്ലില്ലാഹി ഷഫാഅതു ജമീഅ എന്ന വചനം. ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് ജുസുഉം മിൻ ആയത്തിൻ മിൻ സൂറത്ത് സുമർ, സൂറത്ത് സുമറിലെ ആയത്തിൻ്റെ ഭാഗമാണ്. വഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ ഇങ്ങനെ കാണാം, അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫാഅ ഖുൽ അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ വലാ യഖിലൂൻ ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ ലഹു മുൽകുസ് സമാവാതി വൽ അർദ് ثم إليه ترجعون. فقوله تعالى, الله تعالى വചനം, അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫാഅ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ശുഫാഅനെ സ്വീകരിക്കുകയാണോ എന്നത്. ഇവിടെ ഹുനാബിമാന ബൽ, പക്ഷേ ബലിത്തഖദു എന്നർത്ഥം, അതായത് അവർ സ്വീകരിച്ചു എന്നർത്ഥം. വഹാദാ മിൻ ബാബിൽ ഇൻകാരി അലൈഹിം, അത് അവരെ നിരാകരിച്ച് കൊണ്ടാണ് പറയുന്നത്. ഇത്തഹദു, അവർ സ്വീകരിച്ചു, അതായത് അൽ മുശ്രിക്കൂന, മുശ്രിക്കുകൾ, മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ, ഗൈറല്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ, ഷുഫാഅ വസ്വാഇത, മധ്യവർത്തികളായി. യതവസ്സതൂന ബൈനഹും വബൈനല്ലാഹി ഫി ഇജാബത്തി ദഅവാതിഹിം, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അവർക്കും അള്ളാഹുവിനുമിടയിൽ മധ്യവർത്തികളായി വസായിത്തിനെ, ഷുഫാഅനെ അവർ സ്വീകരിച്ചിരിക്കുന്നു. വഖദാഇ ഹാജാതിഹിം, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും. അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ, തുടർന്ന് അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ പറയുക, അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ, അവരൊന്നും ഉടമപ്പെടുത്തുന്നവരല്ലെങ്കിലും. അങ്ങനെ സ്വീകരിക്കുകയാണോ പറഞ്ഞാൽ, നിങ്ങൾ ഇലാഹുകളായി സ്വീകരിക്കുന്നവർ, ശുഫാഅ, അള്ളാഹുവിനും നിങ്ങൾക്കുമിടയിൽ മധ്യവർത്തികളായി നിങ്ങൾ കണക്കാക്കുന്ന ഈ വ്യാജ ഇലാഹുകളുണ്ടല്ലോ, ബിംബങ്ങളും മറ്റും, അവർ വല്ലതും ഉടമപ്പെടുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഫശഫാഅത്തു ലൈസത്ത് മിൽക്കൻ ലഹും, അപ്പോൾ ഷഫാഅത്ത് അവരുടെ ഉടമസ്ഥതയിലല്ല. ഫഅന്തും തത്ലുബൂന മിൻഹും മാ ലാ യംലികൂൻ, അവർ ഉടമപ്പെടുത്താത്ത സംഗതിയാണ് നിങ്ങൾ അവരിൽ നിന്ന് തേടുന്നത്. ഷഫാഅത്തിന് അവർക്കൊരു അധികാരമില്ല. ഖുൽ ലില്ലാഹി ഷഫാഅത്തു ജമീഅ, ഖുൽ, നബിയെ പറയുക, ലില്ലാഹി, അല്ലാഹുവിന് മാത്രമുള്ളതാണ് ഷഫാഅത്തു ജമീഅ, മുഴുവൻ ഷഫാഅത്തും. ഇതൻ അപ്പോൾ പിന്നെ തുലബു ഷഫാഅത്തു മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മാത്രമാണ് ഷഫാഅത്ത് തേടപ്പെടേണ്ടത്. വലാ തുലബു മിൻ ഗൈരിഹി, മറ്റാരിൽ നിന്നും ഷഫാഅത്ത് തേടപ്പെടരുത്. ഖാല വഖൗലുഹു, അല്ലാഹു തആലയുടെ വചനം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തുടർന്ന് പറയാൻ, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യുന്നവൻ? ആരുണ്ട്? ഹദാ ജുസുഉം മിൻ ആയത്തുൽ കുർസി, ഇത് ആയത്തുൽ കുർസി, പ്രസിദ്ധമായിട്ടുള്ള ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ 255-ാമത്തെ ആയത്തിൻ്റെ ഭാഗമാണ്. എന്താണ് ആയത്തുൽ കുർസി? എങ്ങനെയാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ജീവത്തായവൻ, അൽ ഖയ്യൂം, സർവാധികാരിയായവൻ, സ്വയം നിലനിൽക്കുന്നവൻ, മറ്റാരുടെയും ആശ്രയമില്ലാത്തവൻ. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ലാ തഖുദുഹു, അവന് പിടികൂടുകയില്ല, സിനത്തുൻ, ഒരു മയക്കമോ, വലാ നൗം, ഒരു ഉറക്കമോ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ലഹു, അവനുള്ളതാണ്, അവന് മാത്രമുള്ളതാണ്, മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതും, വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ ഇതിന് അനുമതിയില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്? ചോദിച്ചാൽ ആരുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, യഅലമു, അവനറിയുന്നു, മാ ബൈന ഐദീഹിം, നിങ്ങൾ അവർക്ക് മുമ്പിലുള്ളതും, വമാ ഖൽഫഹും, അവർക്ക് പിറകിലുള്ളതും. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ, വലാ യുഹീതൂന, അവർ വലയം ചെയ്യുന്നതല്ല, അവർ സൂക്ഷ്മമായി അറിയുന്നതല്ല, ബിശൈഇൻ മിൻ ഇൽമിഹി, അവൻ്റെ ഇൽമിൽ നിന്ന് ഒന്നും, ഇല്ലാ ബിമാ ശാഅ, അവൻ ഉദ്ദേശിച്ചതല്ലാതെ. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്,
വസിഅ വിശാലമായിരിക്കുന്നു കുർസിയുഹു അവൻ്റെ കുർസിയ് അസ്സമാവാതി വൽ അർള ആകാശങ്ങളിലും ഭൂമിയിലും വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം വലാ യഊദുഹു ഹിഫ്ളുഹുമാ അത് രണ്ടിൻ്റെയും സംരക്ഷണം അവനൊരു പ്രയാസമല്ല വഹുവ അവൻ അൽ അലി അത്യുന്നതനാണ് അൽ അളീം മഹാനുമാണ് വഹിയ അഅ്ളമു ആയത്തിൻ ഫി കിതാബില്ലാഹി അസ്സ വജൽ അല്ലാഹു അസ്സ വജലിൻ്റെ കിതാബിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്താണിത് ലിമാദാ സ്വാറത്ത് അഅ്ളമ ആയത്തിൻ ഫി കിതാബില്ലാഹ് അത് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്തായി ലിഅന്നഹ ഇസ്തമലത്ത് അല നഫി വൽ ഇസ്ബാത്ത് കാരണം അത് നഫിയും ഇസ്ബാത്തും അടങ്ങിയതാണ് ഉൾക്കൊണ്ടതാണ് നഫി നെഗേഷൻ ഇസ്ബാത്ത് കൺഫർമേഷൻ നിഷേധിക്കലും സ്ഥിരപ്പെടുത്തലും നഫിയുൻ നഖായിസി അനില്ലാഹി തആല അല്ലാഹു തആലാക്ക് നഖായിസ് ന്യൂനതകൾ എന്നത് നിഷേധിക്കലാണ് നഫി വ ഇസ്ബാത്തുൽ കമാലി ലില്ലാഹി അസ്സ വജൽ അല്ലാഹു അസ്സ വജലിന്റെ പൂർണ്ണത സമ്പൂർണ്ണത കമാലിയത്ത് അത് സ്ഥിരപ്പെടുത്തലുമാണ് വശാഹിദു മിൻഹു ഖൗലുഹു വശാഹിദു മിൻഹാ ഖൗലുഹു അല്ലാഹുവിൻ്റെ വചനം അതാണ് അതിലെ ഷാഹിദ് മൻ അല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി ആരാണ് അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ളത് അവൻ്റെ അനുമതി കൂടാതെ മൻ ആരുണ്ട് എന്നത് നഫിയാണ് അതായത് ലാ അഹദ ഐ അതായത് ഒരാളുമില്ല എന്നർത്ഥം യശ്ഫഉ ഇൻദഹു അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ഐ ഇൻദല്ലാഹി തആല അല്ലാഹു തആലയുടെ അടുക്കൽ ഇല്ലാ ബിഇദ്നിഹി അവൻ്റെ അനുമതിയില്ലാതെ ഫഹുവല്ലദീ യഅ്ദുനു ലിശ്ശുഫആഇ അൻ യശ്ഫഉ ശുപാർശ ചെയ്യുന്നവർക്ക് ശുപാർശ ചെയ്യാൻ അനുമതി നൽകുന്ന അള്ളാഹുവാണ് ഇവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അനുമതി നൽകപ്പെട്ട ശേഷം മാത്രമാണ് ശുപാർശ ചെയ്യുന്നത് വബിദൂനി ഇദ്നിഹി ലാ യുംകിനു ലിഅഹദിൻ അൻ യശ്ഫഅ അബദ ഒരിക്കലും ശഫാഅത്ത് ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ലൽ അംബിയാഉ വലൽ മലായികത്തു വലൽ ഔലിയാഉ വസ്വാലിഹൂൻ വലസ്വാലിഹൂൻ അംബിയാക്കൾക്കും പറ്റില്ല മലക്കുകൾക്കും പറ്റില്ല ഔലിയാക്കൾക്കും പറ്റില്ല സ്വാലിഹീങ്ങൾക്കും പറ്റില്ല വഹാദ മഹല്ലു ഷാഹിദ് അതാണ് ഇവിടുത്തെ ഷാഹിദ് ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവന്നതിൻ്റെ ഷാഹിദ് അന്ന ഷഫാഅത്ത് ലാ തകൂനു ഇല്ലാ ബിഇദ്നില്ലാഹ് ഷഫാഅത്ത് അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ നടക്കൂല ഫഫീ ഹാദാ റദ്ദുൻ അലൽ മുശ്രിക്കീൻ ഇത് മുശ്രിക്കീങ്ങൾക്കുള്ള ഖണ്ഡനമുണ്ട് അല്ലദീന ഇത്തഖദു ശുഫആഅ ബിദൂനി ഇദ്നിഹി സുബ്ഹാനഹു വതആല ഫി ദാലിക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതിയില്ലാതെ അവർ ശുപാർശകരെ സ്വീകരിച്ചു ഷുഫാഇനെ സ്വീകരിച്ചു അവർ പറയുന്ന ഷുഫാഇന് അള്ളാഹുവിൻ്റെ അനുമതിയില്ല ശുപാർശകർ വസഅമു അന്ന ഹഉലൈ ശുഫആഅ യഖൂമൂന ബിമാ യുരീദൂന മിൻഹും ഇൻദല്ലാഹി അസ്സ വജൽ അപ്പോൾ അള്ളാഹു അസ്സ വജലിൽ നിന്ന് ആ ഷുഫആ അവർ ആരാധിച്ചിരുന്ന ആ ശുപാർശകർ എന്തുദ്ദേശിക്കുന്നുവോ അത് കിട്ടും അത് അവർക്ക് ശുപാർശ ചെയ്യാനും കൈക്കലാക്കാനും സാധിക്കുന്നുള്ളതാണ് അവരുടെ വാദം അവർ വാദിച്ചിരുന്നത് വലിദാലിക അക്കാരണത്താൽ സ്വറഫൂലഹും അൽ ഇബാദത്ത അവർ ആ ഷുഫാഇന് ആ ആലിഹത്തിന് ഇലാഹുകൾക്ക് ഇലാഹുകൾക്ക് അവർ എന്ത് ചെയ്തു ഇബാദത്തിനെ തിരിച്ചു അവർക്ക് ഇബാദത്ത് ചെയ്തു അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു അവർക്ക് ഇബാദത്ത് ചെയ്തു ഫസ്വാറു യദ്ബഹൂന ലിൽ ഖുബൂർ ആ ഖബറുകൾക്ക് വേണ്ടി അവർ അറിവ് നടത്തി വയൻദുറൂന അതിനു വേണ്ടി നേർച്ച നടത്തി വയതൂഫൂന ബിഹാ ഖബറുകൾ പ്രദക്ഷിണം നടത്തി വയതബറകൂന ബിഹാ ഖബറുകൾ കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ഇത് ബഹുവിനിൽ ഖുബൂരൻ ഖബറുകൾക്ക് വേണ്ടി അറുക്കുന്നു വയൻദുറൂന ലഹ അവർ ആ ഖബറുകൾക്ക് വേണ്ടി നേർച്ചയാക്കുന്നു നെതറാക്കുന്നു വയതൂഫൂന ബിഹാ ഖബറുകൾ പ്രദർശനം ചെയ്യുന്നു ത്വാഫ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഭീമാ പള്ളിയിലൊക്കെ പോയാൽ കാണാം ഖബറുകൾ ത്വാഫ് ചെയ്യണം വയതബറകൂന ബിഹാ അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നു അവ കൊണ്ട് വയതമസ്സഹൂന ബി തുറാബിഹ അതിൻ്റെ മണ്ണെടുത്തിട്ട് തടവുന്നു വബി ജിദുറാനിഹ അതിൻ്റെ ഭിത്തിയിൽ തടവുന്നു യഅ്ബുദൂനഹ മിൻ ദൂനില്ലാഹ് അല്ലാഹു അല്ലാതെ അല്ലാഹുവിനെ കൂടാതെ ആ ഖബറുകളെ കൂടി ആരാധിക്കുന്നു ലിഅന്നഹും യഖൂലൂൻ കാരണം അവർ പറയുന്നു ഹഉലാഇ ശുഫആഉന ഇൻദല്ലാഹ് ഈ കൂട്ടർ ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാണ് തറക്കുല്ലാഹ അസ്സ വജൽ അള്ളാഹു അസ്സ വജലിനെ അവർ ഒഴിവാക്കി വഅബദു ഗൈറഹ അള്ളാഹു അല്ലാത്തതിനെ അവർ ഇബാദത്ത് ചെയ്തു അമലുഹും ഹാദാ ഹാബിത്തുൻ ബാത്തിലുൻ അപ്പോൾ അവരുടെ ഈ കർമ്മം എന്നത് ഹാബിത്താണ് പൊളിഞ്ഞു പോകുന്നതും വ്യാജവുമാണ് അസത്യവുമാണ് ലിഅന്നഹും യളഊനഹു ഫി ഗൈരി മഹല്ലി കാരണം ഇബാദത്തിനെ ആ കർമ്മത്തെ അവർ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെച്ചു വഖാസു അൽ ഖാലിഖ അലൽ മഖ്ലൂഖ് സൃഷ്ടികർത്താവിനെ പടപ്പിനോട് സൃഷ്ടിയോട് അവർ ഖിയാസാക്കി താരതമ്യപ്പെടുത്തി ثم ساق رحمه الله ആയത്ത് നജ്ം പിന്നെ സൂറത്തു നജ്മിലെ ആയത്താണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത് വകം മിൻ മലകിൻ ഫിസ് സമാവാതി ആകാശങ്ങളിൽ എത്ര മലക്കുകളുണ്ട് കം ഹുനാ ബിമാന കസീർ ഇവിടെ എത്ര മലക്കുണ്ട് എന്നുള്ളത് എത്ര എണ്ണം എന്നറിയാനല്ല
ധാരാളമുണ്ട് എന്ന കസീർ എന്ന അർത്ഥത്തിലാണ്. ഫയ്യ ഖബറിയത്തുൻ ഐ കസീറും മിനൽ മലായിക്കത്തി, അതായത് മലക്കുകളിൽ നിന്നുള്ള ധാരാളം എന്നർത്ഥം. ഫിസ്സമാവാത്തി, ആകാശങ്ങളിൽ. ലിഅന്ന മൗത്തിനൽ മലായിക്കത്തി അസ്സമാവാത്ത്, കാരണം മലക്കുകളുടെ മൗത്തിൻ, അവരുടെ താമസ സ്ഥലം എന്നത്, സങ്കേതം എന്നത് ആകാശങ്ങളാണ്. വമാ കസറത്തിഹിം, അവർ അത്രയധികമുണ്ട് എന്നതോടൊപ്പം തന്നെ ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅ, അവരുടെ ഷഫാഅത്ത് ഉപകരിക്കുകയില്ല എന്നതാണ്. ഹദാ നഫിയുൻ, ഇതെന്താണ്? നിഷേധമാണ്. ലിഅന്ന ഷൈഅൻ, ഷൈഅൻ എന്ന ഒന്നിനും ഇല്ലാതെ നെക്കിറത്താണ് ഏറ്റവും ഉപയോഗിക്കുക. ഫി സിയാഖ് നഫി, നഫീൻ്റെ സിയാഖിൽ. ഐ ലാ തുഗ്നി ഷൈഅൻ അബദൻ ഇല്ലാ ബിഷർത്തൈൻ. അപ്പോൾ ഒരിക്കലും മലക്കുകളുടെ ഷഫാഅത്ത് ഉപകരിക്കുകയില്ല ഇല്ലാ ബിഷർത്തൈൻ, 2 ഷർത്തുകൾ കൊണ്ടല്ലാതെ. അപ്പോൾ ഉപകരിക്കും 2 ഷർത്തുകൾ കൊണ്ട്. ഏതാണ്? ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, അള്ളാഹു അനുമതി നൽകിയ ശേഷമല്ലാതെ. ഹാദ ഷർത്തുൽ അവൽ, ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. വയർദാ, അവർ തൃപ്തിപ്പെട്ടു. ഹാദാ അഷർത്തു സാനി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഷർത്ത്. അപ്പോൾ മലക്കുകളാകട്ടെ ആരാകട്ടെ ശുപാർശ ചെയ്യുന്ന ഷാഫിയുകൾ, റെക്കമെൻഡ് ചെയ്യുന്നവർ, അവർക്ക് അള്ളാഹു അനുമതി നൽകണം. എന്നിട്ട് അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവർക്ക് ഷഫാഅത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. വയഅ്ദന ലിശ്ശാഫിഇ അൻ യശ്ഫഅ, അപ്പോൾ ശുപാർശ ചെയ്യുന്ന ഷാഫിഇന് ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി നൽകുകയും വയർദാ അനിൽ മശ്ഫൂഇ ഫീഹി അൻ യശ്ഫഅ ഫീഹി, ആർക്കാണോ ശുപാർശ ചെയ്യപ്പെടുന്നത് അവർക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട് ആ ഷഫാഅത്ത് ചെയ്യപ്പെടാനുള്ള അർഹത അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശ്യം പ്രകാരം അത് ചെയ്യുകയും ചെയ്യുന്നതാണ്. വഹുവൽ മുഅ്മിനു അൽ മുവഹ്ഹിദു അല്ലദീ ഇൻദഹു ദുനൂബുൻ യസ്തഹിഖു ബിഹാ അൽ അദാബ. അതാരാണ്? മുഅ്മിൻ, മുവഹ്ഹിദ്, ഏകദൈവവിശ്വാസം തൗഹീദ് ഉള്ള മുഅ്മിൻ. അവൻ്റെ അടുക്ക് എന്തുണ്ട്? ശിക്ഷക്ക് മുസ്തഹിഖാകുന്ന, ശിക്ഷക്ക് കാരണമാകുന്ന, അർഹതപ്പെടുത്തുന്ന ചില പാപങ്ങൾ അവൻ്റെ അടുത്തുണ്ട്. ഇതാ അതിനല്ലാഹു ജല്ല വഅല ഫി ഷഫാഅത്തി ഫിഹി, അപ്പോൾ അവൻ്റെ വിഷയത്തിൽ അല്ലാഹു ജല്ല വഅല അനുമതി നൽകിയാൽ ഫഇന്നഹു തൻഫഉഹു ഷഫാഅത്തു, അവന് ഷഫാഅത്ത് ഉപകരിക്കും അള്ളാഹു അനുമതി കൊടുത്താൽ. വയസ്ലമു മിനൽ അദാബി ബിഇദ്നില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിൻ്റെ അനുമതി പ്രകാരം അവൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുന്നു വരും, തീരെ നരകത്തിലേക്ക് പോകാതെ. ചിലപ്പോൾ നരകശിക്ഷ നിശ്ചിത കാലം അനുഭവിച്ച ശേഷം ഷഫാഅത്ത് മൂലം, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമുള്ള ഷഫാഅത്ത് മൂലം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്നും വരാം. ഇനി അതല്ലാതെയും ഷഫാഅത്തുണ്ട്. ആദ്യമേ സ്വർഗാവകാശികളാകുക, പിന്നെ നരകത്തിൽ തീരെ പ്രവേശിപ്പിക്കപ്പെടാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർ, ഒരു കൂട്ടർ ഹിസാബില്ലാതെ പ്രവേശിപ്പിക്കപ്പെടുന്നവർ, അതിനും ഷഫാഅത്തുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുണ്ട്. അതേപോലെ പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അഹ്ലുൽ ജന്നക്ക്, സ്വർഗവാസികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുണ്ട്. ഷഫാഅത്തിന് ശേഷം തന്നെയാണ് പ്രവേശിക്കുക. അതേപോലെ സ്വർഗത്തിൽ ഉള്ളവർക്ക് തന്നെ അവരുടെ ദറജ കൂട്ടാൻ, ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയുള്ള ഷഫാഅത്ത്, ഇങ്ങനെ പലതരത്തിലുള്ള ഷഫാഅത്തുണ്ട്. ഫദല്ല അലാ അന്നൽ അംറ കുല്ലഹു ലില്ലാഹി സുബ്ഹാനഹു വതആല. അപ്പോൾ അത് എന്ത് മനസ്സിലാക്കി തന്നു? എന്ത് തെളിയിച്ചു? കാര്യം മുഴുവൻ അള്ളാഹുവിൻ്റെ പക്കലാണ്. വത്തുത്ലബു ഷഫാഅത്തു വഗൈറുഹാ മിനല്ലാഹ്, ഷഫാഅത്തും മറ്റെന്തും അതെല്ലാം അള്ളാഹുവിനോടാണ് തേടപ്പെടേണ്ടത്. വലാ യുതഅല്ലഖു അലാ ഗൈരി, മറ്റുള്ളവരിൽ അത് ബന്ധിപ്പിക്കപ്പെടരുത്. വലാ തുസ്റഫുൽ ഇബാദത്തു ഇല്ലാ ലഹ്, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് തിരിക്കപ്പെടാൻ പാടില്ല. വലാ യുദ്ആ ഇല്ലാ ഹുവ സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അല്ലാതെ ദുആ ചെയ്യപ്പെടാൻ പാടില്ല, അവനോട് മാത്രമേ ദുആ ചെയ്യാവൂ. വലാ യജൂസു ഇത്തിഖാദുൽ വസായിത ബൈനൽ ഖൽഖി വബൈനല്ലാഹി, അള്ളാഹുവിനും സൃഷ്ടിക്കുമിടയിൽ വസായിത്ത്, മധ്യവർത്തികളെ സ്വീകരിക്കാൻ പാടില്ല. ഫി ഖദാഇൽ ഹാജാത്തി, ആവശ്യങ്ങൾ തേടുന്ന വിഷയത്തിൽ. വ തഫ്രീജിൽ കുർബാത്തി, വിഷമങ്ങൾ ഇല്ലാതാക്കുന്ന വിഷയത്തിലും, പ്രയാസങ്ങൾ നീക്കുന്ന വിഷയത്തിലും. വ ഇജാബത്തി ദഅവാത്തി, ദുആകൾക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിലും. ഇതിനൊന്നും എന്ത് ചെയ്യേണ്ട? അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു വസായിത്ത്, മധ്യവർത്തികൾ ആവശ്യമില്ല, അതൊക്കെ നേരിട്ട്. വ ഇന്നമൽ ലാ യജൂസു ഹാദാ, ഇത് അനുവദനീയമല്ല. അതായത് പ്രയാസങ്ങൾ നീക്കം ചെയ്യാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നേരിട്ടാണ് ദുആ ചെയ്താൽ മതി, അല്ലാതെ ദുആ ചെയ്യാൻ വേണ്ടി, ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മധ്യവർത്തിനെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. വഇന്നമൽ ഇബാദു യജിബു അലൈഹിം, അപ്പോൾ അടിമകൾക്ക് നിശ്ചയം നിർബന്ധമാകുന്ന ഇത് മാത്രമാണ്. അയ്യ തവജ്ജഹു ഇലല്ലാഹി സുബ്ഹാനഹു വതആല ഫി ഇബാദാതിഹിം, അവരുടെ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ മുന്നിടിക്കുക എന്നതാണ്, മുന്നിട്ടുകൊണ്ട് ചെയ്ത.
അതാണ് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞത്. വഫീ ദഅവാതിഹിം അവരുടെ പ്രാർത്ഥനകളിലും വഫീ സായിരി ഉമൂരിഹിം അവരുടെ മറ്റു വിഷയങ്ങളും കാര്യങ്ങളും വ മുഹിമ്മത്തുർ റുസുലിഹിയ അപ്പോൾ മുർസലീങ്ങൾ കൊണ്ടുവന്ന ആ സത്യസന്ദേശം അതിൻ്റെ പ്രധാന വിഷയം തന്നെ അതാണ് അത്തബ്ലീഗു അനില്ലാഹി സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആലയെ തൊട്ടുള്ള തബ്ലീഗ് ആണ്, പ്രബോധനമാണ്, എത്തിക്കലാണ്. അമ്മ അന്നഹും യകൂനൂന വസതാഅ ബൈനല്ലാഹി വബൈന ഖൽഖിഹി ഫീ ഖളാഇൽ ഹവായിജി ഫഹാദ അംറുൻ ബാത്തിൽ. അപ്പോൾ അവർ സൃഷ്ടികൾക്കും അള്ളാഹുവിനുമിടയിൽ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് സൃഷ്ടികളുടെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മധ്യവർത്തികളാകുക എന്നത് അത് ബാത്തിലായ കാര്യമാണ്. അതേസമയം അള്ളാഹുവിൻ്റെ റിസാലത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നിലക്കുള്ള വസായത്താണ് അവർ, മധ്യവർത്തികളാണ്. വലിഹാദ യഖൂലു ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ കാരണത്താൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു ഹുനാക വാസിത്തത്തുൻ മൻ അസ്ബതഹ കഫറ വവാസിത്തത്തുൻ മൻ അൻകറഹ കഫറ. ഹുനാക വാസിത്തത്തുൻ മധ്യവർത്തിയുണ്ട്, അതിനെ സ്ഥിരപ്പെടുത്തിയവൻ കാഫിറാണ്. അപ്പം സ്ഥിരപ്പെടുത്തുന്ന മധ്യവർത്തി, ഒരു തരം മധ്യവർത്തിയെ സ്ഥിരപ്പെടുത്തിയാൽ അവൻ കാഫിറാകും. ഇനി വാസ്യത്വത്തിൽ മറ്റൊരു മധ്യവർത്തി എന്ന് പറഞ്ഞാൽ മൻ അങ്കറഹ കഫറ, അതിനെ നിഷേധിച്ചാലും കാഫറാകും. അപ്പോൾ ഒരു തരം മധ്യവർത്തിയെ അത് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാഫറാകും, ഒരു തരം മധ്യവർത്തി ഇല്ല എന്ന് പറഞ്ഞാൽ കാഫറാകും. എന്താ സംഭവം? ഫൽ വാസ്യത്വത്തുല്ലത്തി മൻ അങ്കറഹ കഫറ, നിഷേധിച്ചാൽ കാഫറാകുന്ന മധ്യവർത്തി ആരാണ്? ഹുമുർ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, അവർ അംബിയാ മുർസലുകളാണ്. ഫീ തബ്ലീഗ് അംരില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിൻ്റെ കാര്യം, അള്ളാഹുവിൻ്റെ ദീന് എത്തിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ റിസാലത്ത് എത്തിക്കുന്ന വിഷയത്തിൽ അവർ മധ്യവർത്തികളാണ്. അത് അല്ല എന്ന് പറഞ്ഞാൽ കാഫറാണ്. അതല്ലാതെ നമ്മുടെ ആവശ്യം നേടാനല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് അവർ മധ്യവർത്തികളല്ല. ഞാനീ ഉദ്ദേശിക്കുന്നത് മൻ ജഹദ റിസാലത്ത റസൂലി കഫറ. എന്താണ് ഉദ്ദേശിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും അംബിയാ മുർസലീങ്ങളുടെ റിസാലത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫറായി. ഫർ റസൂൽ വാസിത്തത്തുൻ ബൈന അല്ലാഹി വബൈന നാസി ഫി തബ്ലീഗ് റിസാലത്തി. അപ്പോൾ റിസാലത്ത് എത്തിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹുവിനുമിടയിൽ ഉള്ള വാസിത്തത്ത് മധ്യവർത്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മൽ വാസിത്തത്തുല്ലത്തി മൻ അസ്ബതഹ കഫറ. ഇനി നിഷേധിച്ചാൽ കാഫറാകുന്ന മധ്യവർത്തി ഉണ്ട് എന്ന് നിഷേധിച്ചാൽ കാഫറാകുന്ന, അല്ല മധ്യവർത്തി ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയാൽ, അത് അങ്ങനെ വിശ്വസിച്ചാൽ കാഫറാകുന്ന തരം മധ്യവർത്തി ഏതാണ്? ജഅലുൽ ഫഹിയത് ജഅലുൽ വസായിത്ത് ബൈനൽ ഖൽഖി വബൈന അല്ലാഹി ഫി ഖളാഇൽ ഹജാത്ത് വതഫ്രീജിൽ ഖുർബാത്ത് പ്രയാസങ്ങൾ തഫ്രീജിയ നീക്കം ചെയ്യുന്ന വിഷയത്തിലും അതേപോലെ ആവശ്യങ്ങൾ ഖളാ ചെയ്യുക പൂർത്തീകരിക്കുന്ന വിഷയത്തിലും അള്ളാഹുവിനും സൃഷ്ടിക്കുമിടയിൽ മധ്യവർത്തി ഉണ്ട് എന്ന് വിശ്വസിക്കൽ അല്ലെങ്കിൽ മധ്യവർത്തികളെ ആക്കൽ സ്വീകരിക്കൽ, അത് എന്താണ്? കുഫറാണ്. ഫഹാദിഹി മൻ അസ്ബതഹ കഫറ. അപ്പോൾ എന്താണ്? ഇങ്ങനെയുള്ള മധ്യവർത്തികളുണ്ട് എന്ന് വിശ്വസിച്ച് അത് സ്ഥിരപ്പെടുത്തിയാൽ അവൻ കാഫറായി. ലിയന്ന അല്ലാഹ കഫറ അൽ മുശ്രിക്കീന ഫി ദാലിക്. കാരണം മുശ്രിക്കുകളെ അള്ളാഹു ആ വിഷയത്തിൽ കാഫിറാക്കി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ജല്ല വഅല അമറന അൻ നതവജ്ജഹ ഇലൈഹി മുബാശറതൻ ബിദൂനി അൻ നുവസ്സിത അഹദൻ. ആരെയും മധ്യവർത്തിയാക്കാതെ നേരിട്ട്, മുബാശറത്ത് നേരിട്ട് അള്ളാഹുവിന് തവജ്ജുഹാക്കുക, അവനെ മുന്നിടുക, അവനെ അഭിമുഖീകരിക്കുക, അവന് മുന്നിടുക, അവനെ ഇബാദത്ത് ചെയ്യുക, അവനോട് ദുആ ചെയ്യുക, അവനോട് ഇസ്തിയാസാട്ട്. ഇതാണ് അള്ളാഹു കൽപ്പിച്ചത്. ഔ നസ്അല ബിജാഹി അഹദിൻ. അപ്പോൾ അതുകൂടാതെ ബിദൂനി അൻ നുവസ്സിത അഹദൻ, ആരെയും മധ്യവർത്തിയാക്കാതെ നമ്മൾ. ഔ നസ്അല ബിജാഹി അഹദിൻ, ഒരാളുടെയും ജാഹ് കൊണ്ട് ചോദിക്കാതെ, ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ടൊന്നും തേടണ്ട. ഔ ബി ഹക്കി അഹദിൻ, അല്ലെങ്കിൽ ആരുടെയും ഹക്ക് കൊണ്ട് തേടാതെ. ഹത്താ വലൗകാന ഹാദൽ അഹദു ലഹു മക്കാനത്തിൻ ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്ത് ഈ പറഞ്ഞ ആൾക്ക് സ്ഥാനമുണ്ടെങ്കിൽ വരെ. അപ്പോൾ സ്ഥാനമുള്ള ആളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്ഥാനമുള്ളത് ആ നബിയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പോലും തേടാൻ പാടില്ല എന്നതാണ്. കർറുസുലി വൽ മലായികത്തി, മുർസലീങ്ങളെയും മലക്കുകളെയും പോലെ. ലിയന്നല്ലാഹ ലം യശ്റഅ ലനാ അൻ നുവസ്സിതഹും ഫി ഖളാഇ ഹവായിജിന, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ അവരെ മധ്യവർത്തികളാക്കാൻ അള്ളാഹു നമ്മോട് ഷറാക്കിയിട്ടില്ല, നമുക്ക് ഷറാക്കപ്പെട്ടി തന്നിട്ടില്ല, നമുക്ക് അള്ളാഹു ഷറാക്കിയിട്ടില്ല എന്ന്. ബലില്ലാഹു ഖാല, പക്ഷേ അള്ളാഹു പറഞ്ഞ എന്താണ്? ഇങ്ങനെയാണ്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ. മാ ഖാല ഉദ്ഉനി ബിവാസിതതി ഫുലാനിൻ,
അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ത് ഇന്നാലിന്നയാളെ മധ്യവർത്തിയാക്കിക്കൊണ്ട് എന്നോട് ദുആ ചെയ്യൂ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഔ വസ്സിത്തു ഫുലാനൻ ബൈനിയോ ബൈനക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കുമിടയിൽ ഇന്നാലിന്നയാളെ നിങ്ങൾ മധ്യവർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ബൽ ഖാല, പക്ഷേ അള്ളാഹു പറഞ്ഞ എന്താണ്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ്. വഫിൽ ഹദീസിൽ കാണാം യൻസുലു റബ്ബുനാ സുബ്ഹാനഹു വ തആല കുല്ല ലൈല, എല്ലാ രാത്രിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ് ഇറങ്ങി വരും. ഇലാ സമാഇ ദുനിയാ, ഒന്നാം ആകാശത്തിലേക്ക്. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും ഹൽ മിൻ സാഇൻ ഫഉതിയ, ആര് ചോദിക്കാനുണ്ട്, ചോദിക്കുന്ന ആരുണ്ട്, അവൻ ഞാൻ നൽകും. ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബു ലഹ്, അപ്പോൾ ദായി പ്രാർത്ഥിക്കുന്നവൻ, ദുആ ചെയ്യുന്നവൻ ആരുണ്ട്, അവനെ ഞാൻ ഉത്തരം നൽകും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്, എന്താണ്, അപ്പോൾ പാപമോചനം ഇസ്തിഗ്ഫാർ തേടുന്ന ആരുണ്ട്, അവന് ഞാൻ പുറത്തു കൊടുക്കും എന്ന്. ഫൽ ബാബു മഫ്തൂഹൻ ബൈനക വ ബൈന അല്ലാഹി അസ്സ വജൽ, അപ്പോൾ അല്ലാഹു അസ്സ വജലിൻ്റെ ഇടക്കും നിനക്കും, അല്ലാഹു അസ്സ വജലിൻ്റെയും നിൻ്റെയും ഇടക്ക് വാതിൽ തുറന്നു കിടക്കുകയാണ്, തുറക്കപ്പെട്ടതാണ്. ഫലിമാദാ ഹാദ തഅരീജ് വഹാദിഹിൽ അബാതിലുല്ലതി തജഅലുഹാ ബൈനക വ ബൈന അല്ലാഹ്, പിന്നെന്തിനാണ് നിനക്കും അല്ലാഹുക്കും ഇടയിൽ ഈ വ്യാജങ്ങൾ, ഇങ്ങനെ ഒരു ഇടപാടെന്തിനാണ്, ഇങ്ങനെ ഒരു മധ്യവർത്തികളെ സ്വീകരിക്കേണ്ട കാര്യം എന്താ? ഇത്തസിൽ ബില്ലാഹി മുബാഷറ, നീ ഡയറക്റ്റ് മുബാഷറത്തായിട്ട് അള്ളാഹുവിലേക്ക് ചേരൂ, അള്ളാഹുവിനോട് ചോദിക്കൂ. വഹു സമീഉ മുജീബ്, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാത്തിനും ഉത്തരം നൽകുന്നവനുമാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. വൈദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ, അന്നി എന്നെപ്പറ്റി, ഫഇന്നി അപ്പോൾ പറയണെന്ത്, ഇന്നി നിശ്ചയം ഞാൻ, അതായത് അള്ളാഹു ഖരീബ് സമീപസ്ഥനാണ്. ഉജീബ് ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ ദുആ ചെയ്യുന്നവൻ്റെ ദഅവത്ത് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. ഫഹാദാ ഇബ്താലുൽ വസായിത്തില്ലതി യദഊനഹാ ബൈനഹു വ ബൈന അല്ലാഹ്, അപ്പോൾ അവർ അള്ളാഹുവിനും അവർക്കുമിടയിൽ സ്ഥാപിക്കുന്ന മധ്യവർത്തികൾ, അങ്ങനെ മധ്യവർത്തികൾ വസായത്തില്ല, അത് ശരിയല്ല എന്നതിന് തെളിവാണിത്. വയസ്ഉമൂന, അവർ വാദിക്കുന്നു, അന്നഹാ തുഖർരിബുഹും ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്കുള്ള ഒരു സാമീപ്യം അവർക്ക് കിട്ടും എന്ന്, അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന്. ലാ അസ്ഹാബുൽ ഖുബൂർ വലൽ അശ്ജാർ വലൽ അഹ്ജാർ വലൽ അസ്നാം വല അയ്യു മഖ്ലൂഖ് ഹത്താ വലൽ അംബിയാ വലൽ മലായിക അൽ വാസിത്തതു ബൈന അല്ലാഹി വബൈന ഖൽഖിഹി ഫി ഖളാഇൽ ഹാജാതി ഗൈറ അൽ അഅമാലി സ്വാലിഹാത്തി അംറുൻ മംഫിയുൻ. അപ്പോൾ ഖബറാളികളില്ല, മരങ്ങളില്ല, ശിലകളില്ല, അല്ലെങ്കിൽ കല്ലുകളില്ല, പാറകളില്ല, അസ്നാം ബിംബങ്ങളില്ല, ഒരു സൃഷ്ടിയുമില്ല, ഈ മലക്കുകളും അമ്പിയാക്കളും വരെ ഇല്ല. എന്ത് വാസത്വത്തായിട്ട് അങ്ങനെ സംഭവമില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നേരിട്ട് അള്ളാഹുവിന് ദുആ ചെയ്താൽ മതി. ഇനി പറയണം, അൽ വാസിത്തതു ബൈന അല്ലാഹി വബൈന ഖൽഖിഹി ഫി ഖളാഇൽ ഹാജാതി ഗൈറ അൽ അഅമാലി സ്വാലിഹത്തി അംറുൻ മംഫിൻ. അപ്പോൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹുക്കും സൃഷ്ടിക്കുമിടയിൽ ഒരു വാസിത്തത്ത്, മധ്യവർത്തി എന്നുള്ള ഒരു കൺസെപ്റ്റ്, അഅമാൽ സ്വാലിഹാത്തല്ലാത്ത സൽക്കർമ്മങ്ങളല്ലാത്തൊരു മധ്യവർത്തി എന്നത് അംറുൻ മംഫിയുൻ, അത് നിരാകരിക്കപ്പെടുന്ന സംഗതിയാണ്, ഇല്ലാത്തതാണ്. അമ്മൽ വാസിത്തത്തു ബൈന അല്ലാഹി വബൈന ഖൽഖിഹി ഫി തബ്ലീഗി റിസാലാത്തി ഫഹാദാ അംറുൻ സാബിത്തുൻ. അപ്പോൾ പക്ഷേ എന്താണ്, റിസാലാത്ത്, സന്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന വിഷയത്തിൽ സൃഷ്ടികൾക്കും അള്ളാഹുവിനിടയിൽ മധ്യവർത്തി ഉണ്ട് എന്നത് അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് ദുആ ചെയ്യാൻ അള്ളാഹുവിന് നേരിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതല്ലാതെ അതിനൊരു മധ്യവർത്തി ഉണ്ടെന്നുള്ള കൺസെപ്റ്റ് അതെന്താണ്, അത് അംറുൻ മംഫിയുൻ, അതില്ലാത്ത കാര്യമാണെന്നുള്ളതാണ് പറഞ്ഞത്.